ഓൺലൈനായിട്ട് വാങ്ങിച്ച താമര വിത്തുകളാണ് ഈ കാണുന്നത്. മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ വാങ്ങിച്ചിട്ട് നട്ടു നോക്കി, ഒന്നും മുളച്ചില്ല. ഇത്തവണ ഇതിന് നല്ല റിവ്യൂസൊക്കെ ഉള്ളതാണ്. ഇമ്പോർട്ടഡ് ആണെന്നാണ് പറയുന്നത്, ജപ്പാനിൽ മറ്റോ വന്നതാണ്. പല കളറുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ വിത്തുകൾക്കും പല കളറുണ്ട്. അത് കളർ കോഡിങ് ആണോ എന്താണെന്നറിയില്ല. റിവ്യൂസിലൊക്കെ എഴുതിയിരിക്കണത് അത് വളരെ ഉപയോഗപ്രദമാണെന്നാണ്. പക്ഷേ ഈ താമരത്ത് മുളപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിൻ്റെ പുറമെയുള്ള തോട് ചുരണ്ടി കളഞ്ഞിട്ട് വേണം മുളപ്പിക്കാൻ. കഴിഞ്ഞ തവണ ഞാൻ ചുരണ്ടി നോക്കി, കുറേ മെനക്കെട്ടു. കുറച്ച് ഭാഗത്തൊക്കെ കറുത്ത തോല്, അത് കറുത്തതായിരുന്നു വിത്തുകൾ, തോല് പോയി. അവസാനം സഹിയിട്ടിട്ട് ഞാൻ എല്ലായിടത്തും വെള്ളത്തിലിട്ടു. കുറേ ദിവസം നോക്കി, ഒന്നും മുളച്ചില്ല. പിന്നെ എല്ലാം കൂടി എടുത്തൊരു ചെടിച്ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് നോക്കി, മണ്ണൊക്കെ ഇട്ടിട്ട്, അതും മുളച്ചില്ല. അപ്പോൾ കാരണം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം നല്ലോണം ചുരണ്ടി കളയാതെ മുളപ്പിക്കാൻ ശ്രമിച്ചതാവാം. പക്ഷേ ഇത് ചുരണ്ടി കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാൻ പോവുകയാണ്, പുതിയ പരീക്ഷണം. കഴിഞ്ഞ തവണ ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ചുരണ്ടി നോക്കി, പിന്നെ കത്തി കൊണ്ട് ചുരണ്ടി നോക്കി. ഇത്തവണ ഞാൻ വീണ്ടും സാൻഡ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു വേറെ തരം സാൻഡ് പേപ്പറാണ്, കളർ വ്യത്യാസമുണ്ട്. മറ്റേ കറുത്തതായിരുന്നു, ഇത് ഒരു ബ്രൗൺ കളറാണ്. ഇത്തവണ കൈ വേദനിക്കാതിരിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഗ്ലൗസും കൂടെ ഉപയോഗിച്ച് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശ്രമിച്ചു നോക്കട്ടെ. 10 മിനിറ്റ് നേരം ഒരു വിത്ത് ഒരസിയിട്ട് ഗുണം ഉണ്ടായത് ഇതാ കണ്ടില്ലേ, ഈ വിത്ത് ഇതാണ് ഒരസാത്ത വിത്ത്. ഇതിൻ്റെ ഷൈനിങ് ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സാൻഡ് പേപ്പർ കണ്ടോ, ഇത് കംപ്ലീറ്റ് മുട്ടയടിച്ച പോലെ ആയി. അതിൻ്റെ പൊടിയൊക്കെ കുറഞ്ഞു, ശക്തി കുറഞ്ഞു. ഇത് നല്ല ഒറിജിനൽ അടുത്ത വിത്തിന് വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇത് ശരിക്ക് കറുപ്പ് നിറം കോട്ടിങ് പോയ പോലെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് വെള്ള നിറമാണെന്നൊക്കെയാണ് വായിച്ചിരിക്കുന്നത്. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. 10 മിനിറ്റ് മെനക്കെട്ട് ഇതാണ് കിട്ടിയത്.